കുഴപ്പമോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു കുട്ടി ബ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ സുരിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു റെഡി ആയി നിൽക്കുക, നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു. എങ്ങോട്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നും തന്നെ പറഞ്ഞില്ല. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വന്നു. അവിടെ നോക്കിയപ്പോൾ ചേട്ടന്മാരെല്ലാവരും ഉണ്ട്, ഹെൽമെറ്റും ബൈക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടെന്ന് ചോദിച്ചിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങോട്ടാണ് പോകണമെന്ന്. സർപ്രൈസ് എന്തോ ആണെന്ന് തോന്നുന്നു. പോയി നോക്കാം. ഓക്കെ, കമോൺ. കൂടെ സോ ഗൈസ്, അങ്ങനെ സർപ്രൈസ് ആയിട്ട് കൂട്ടിയിട്ട് വന്നത് എങ്ങോട്ടെന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്കാണ് ഗൈസ്. അപ്പൊ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചോണ്ട് വന്നത്. അപ്പൊ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് കയറാം. ശരിക്കും കൊള്ളാന്ന് കുറച്ചും കൂടി വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടത് പറഞ്ഞു. എന്താന്ന് നന്നായിട്ടുണ്ട്. എടുത്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. കൂട്ടഞ്ചാട്ടൻ ചോദിച്ചതായിരുന്നു കുറച്ചും കൂടെ വേണമെന്ന്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. നല്ല കഴിച്ചോ? കുഴപ്പമോ അതോ പിന്നെ ആദ്യം ശിവന്റെ അമ്പലത്തിലോട്ട് പോയി. പിന്നെ അവിടുന്ന് നേരെ ചെമ്പൂത്ര അമ്പലത്തിലേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഈ ടി ഡാമിന്റെ ഈ സൈഡിൽ കൂടെ ഞങ്ങള് നേരെ ചെമ്പൂത്ര അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ചു നേരം പീച്ച് ഡാമില് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങളിപ്പോ നേരെ ചെമ്പൂത്രയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങൾ അങ്ങനെ അതെ ചെമ്പൂത്ര അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് ചെമ്പൂത്ര അമ്പലത്തിലേക്ക് വന്നു. അപ്പോ തൊഴുതി എല്ലാം കഴിഞ്ഞു. ഇനി നേരെ ഇവിടുന്ന് നമ്മൾ പോണത് എന്ന് പറയണത് കുതിരാൻ അമ്പലത്തിലേക്കാണ്. അപ്പോ കുതിരാന്റെ വീഡിയോസ് നിങ്ങൾ 1-2 വീഡിയോസ് ഒക്കെ കുതിരാന്റെ വീഡിയോസ് എന്റെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ആ അമ്പലത്തിലോട്ട് നമ്മൾ ഒന്നുകൂടെ പോവുകയാണ്. അപ്പൊ ഇനി കുതിരാന്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, പോവാം. ഇതാണ് കുതിരാന്റെ അമ്പലം. ഇതിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കുതിരപ്പുറത്ത് പോകുന്ന അയ്യപ്പനാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെയുള്ള മാട്ടുപോകളിലുള്ള പോലെ മുരുകന്റെ പ്രതിമയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശബരിമലയിലുള്ളത് പോലെ തന്നെ 18 പടികളാണ് ഇവിടെയുള്ളത്. ഈ 18 പടികൾ കയറിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലോട്ട് കയറാനായിട്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴിലിറക്കി പ്രസാദം കിട്ടി. പ്രസാദം മെയിൻ. അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്
കുതിരപ്പുറത്ത് പോണ അയ്യപ്പനാണ്. അത് കൂടാതെ തന്നെ ഇവിടെ നാഗദേവതകളും പിന്നെ ശിവന്റെ വിഗ്രഹം പിന്നെ അങ്ങനെയുള്ള ഗണപതി അങ്ങനെയുള്ള ഉപദേവതകളുടെ നമ്മൾ തൊഴുതു അല്ലെങ്കിൽ തൊഴുതു പ്രസാദം നിന്ന് ഇറങ്ങുകയാണ്. അവിടെ വെക്കടാ, അവിടെ വെച്ചാ മതി. അടുത്തേക്കൊന്നും നോക്കിട്ടാ ഇവിടെ അവിടെ അല്ലേ ഇവിടെ ഇവിടെ കുതിര തുരങ്കം വന്നതുകൊണ്ട് ഇപ്പൊ ഈ റൂട്ടിൽ കൂടെ വണ്ടികളൊന്നും അധികം പോകാത്തതുകൊണ്ടാണ് ഇവിടെ കുരങ്ങുകളൊക്കെ കൂടുതലായിട്ട് കുത്തിയിറക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കുരങ്ങുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പുറത്തും ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലേക്ക് ആയിട്ട് കുറെ കുരങ്ങുകളുണ്ട്. തുരങ്കം വരുന്നതിന് മുമ്പ് ഈ റൂട്ടിൽ കൂടെയൊക്കെയാണ് വണ്ടികൾ പാലക്കാട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. തുരങ്കം വന്നതിന് ശേഷം ഈ റൂട്ട് വണ്ടികളധികം ഓടാത്തതുകൊണ്ടാണ് ഇത്രയും കുരങ്ങുകൾ ഇവിടെ കാണാൻ സാധ്യതയും പിന്നെ ആനയൊക്കെ ഇവിടെ ഇറങ്ങാനായിട്ട് സാധ്യത. ഇവിടെ തന്നെ കാണാം, അമ്പലത്തിന്റെ ഉമ്മർ തന്നെ കുറെ കുരങ്ങുകൾ കാണാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങി അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചീച്ചി മുള്ളാൻ മുട്ടിയത്. അപ്പം ഞങ്ങളെല്ലാവരും ചീച്ചി മുള്ളാൻ പോവാണ്. പിന്നെ ഇപ്പം മരവളകണ കണ്ടോ? ഇതോ അവിടെ അവിടെ ആനയുണ്ട് കേട്ടാ. ഇല്ല, കാര്യായിട്ട് ആ ആന ഇങ്ങനെ മരം ഇങ്ങനെ വരയ്ക്കണതിൻ്റെ ഇതാണ്. ഇത് കണ്ടോ, ഇവിടെ ഒക്കെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആന ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ മൊത്തം നിർത്തി വെച്ചിരിക്കുക. ആന ഉണ്ടെന്ന് സത്യം. നിങ്ങള് ന്യൂസിലൊക്കെ കണ്ടതല്ലേ കുതിരനിൽ ആന ഇറങ്ങുന്നത്? അത് ഈ ഭാഗത്തായിട്ടാണ്. ആ ആനകൾ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ വരച്ച് നിൽക്കണ്ടാവും. അപ്പൊ സുരച്ചേട്ടനെ ചോറില്ല വീട്ടില്? ഡയറ്റില്ല? പിന്നെ ചോറില്ലെന്ന് പറഞ്ഞു. കഴിഞ്ഞല്ലേ ശബരിമല കയറി ചെന്നിട്ട് കെട്ടൊക്കെ ഇറക്കി വെച്ചതാ. ഞാനും മലയാളം കഞ്ഞി കൊടുക്കണം നോക്കാൻ പോയി. കഞ്ഞി കൊടുക്കാൻ നോക്കാൻ പോയപ്പോ കഞ്ഞി കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഞാനും പാലാട്ടും കഴിഞ്ഞു. അമ്പത് ഫുഡ് അടിച്ചിട്ട് ഇവരാരും വന്നൊന്നുമില്ല. ഞാനും പാലാട്ട് വയസ്സും അമ്പത് ചോറിട്ടിട്ട് ഞങ്ങൾ തോന്നും എന്നിട്ട് വരെടുത്തോണ്ടിരുന്നു. നന്നായി. അല്ല കെട്ടിറക്കി വെച്ചു ആട്ടാ നമുക്ക് അവിടെ വരെ പോയതാ. കഞ്ഞി കിട്ടാൻ നോക്കാനും കഞ്ഞി കിട്ടാൻ നോക്കാൻ പോയി അവിടെ നമുക്ക് നല്ല ഹോട്ടലിൽ കയറി ചോറുണ്ട്. ഞങ്ങൾ എന്നിട്ട് ഇവരോട് പറഞ്ഞു കഞ്ഞി കഴിച്ചിരുന്നു പറഞ്ഞു. അപ്പൊ അവര് കഴിച്ചില്ല? അവര് മറ്റേ അവിടെ 50 പായസം കിട്ടും 30 രൂപ പിന്നെ കഴിച്ചു പോയിട്ട്. സോ അപ്പൊ നമ്മള് തൊഴുതിറങ്ങി പിന്നെ അപ്പുറത്തേക്ക് കുറെ നടക്കാനൊക്കെ പോയി. ഇവിടെ നിന്ന് നേരെ നമ്മളിനി വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയിട്ട് ഇനി ഗോലി കളിക്കണം. ഓക്കെ, അപ്പോൾ തൊഴുതിറങ്ങി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇതിന്റെ മുകളിലാണ് ഇത്. ഈ പോകുന്നതാണ് ഹൈവേ കേട്ടോ. ഇതിന് മെയിൻ റോഡ് ഇതാണ് മുകളിലുള്ള ഹൈവേ. അപ്പൊ നമ്മള് ഈ സൈഡിൽ തിരിച്ച് ഈ പഴയ സർവീസ് റോഡ് കൂടെ താഴത്ത് കൂടെ നമ്മള് എന്തിനാണ് ഈ സർവീസ് റോഡ് പിടിച്ചെന്നുണ്ടെങ്കിൽ നേരെ ചായ കുടിക്കാൻ പോകാനാണ് നമ്മളെപ്പോഴും. അങ്ങനെ നമ്മൾ അമ്പലങ്ങളൊക്കെ പോയി തൊഴുതിട്ട് വന്നിട്ട് ഇതിപ്പോ ചായ കുടിക്കാൻ വന്നേക്കണം. അപ്പൊ ഞാൻ വടയാണ് എടുത്തത്.
അപ്പൊ ചായ കുടിക്കാൻ നിന്നേക്കോ. ഇനി ചായ കുടിച്ചിട്ട് ഇവിടുന്ന് നേരെ വീട്ടിലോട്ടായിരിക്കും.